പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും മനസ്സിൽ, അതായത് ജനിക്കമ്പം തൊട്ട് മരണം വരെയും നമ്മളെ എല്ലാവരെയും മനസ്സിലുള്ള ലവിനെ കുറിച്ചാണ് നിങ്ങളെ മുന്നിൽ പറയാനുള്ളത്. അതായത് കുട്ടികളായിരിക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കളോടും മറ്റുള്ളവരോടും എല്ലാം ഉള്ള ഒരു പ്രത്യേക സ്നേഹം അത് ഒരു രീതിയിൽ അവർ പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ ഇച്ചിരി കൂടെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലുള്ള ലവ് ആണ് പ്രകടിപ്പിക്കുന്നത്. അതായത് നമ്മൾ എതിർ പാർട്ടികളോടുള്ള പ്രണയം, അതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം. അത് നമ്മൾ സൂക്ഷിച്ചും കണ്ട് നമ്മൾ അങ്ങനെ ഉള്ള ആ ടൈമിലുള്ള പ്രണയം നമ്മൾ സൂക്ഷിച്ചും കണ്ട് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ ആപത്താണ് ഉണ്ടാവുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കി, ഒരാൾക്കുള്ള എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അയാളോട് നമ്മൾ അടുത്തിടപഴകാനും അയാളെ സ്നേഹിക്കാനും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ചതി പറ്റും. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ അവർക്കുള്ള നേട്ടത്തിന് വേണ്ടിയാണ് മറ്റുള്ളവരെ ലവ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ലവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വളരെയേറെ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മള് മാരേജ് കഴിഞ്ഞ് നമ്മൾ ലവ് ഉണ്ടാവും, ഭാര്യയോട് ഉണ്ടാവും. ആ ടൈമിൽ തന്നെ നമുക്ക് വേറെ ഉള്ള ആൾക്കാരോട് ലവ് തോന്നും. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണ്. അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്. അതായത് നമ്മളെ പാർട്ണറെ വഞ്ചിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു രീതിയിൽ നമുക്ക് മറ്റൊരാളോട് ലവ് തോന്നരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ മനുഷ്യര് നമുക്ക് നല്ലൊരു ആളിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. അത് ആ രീതിയിലുള്ള ലവ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് അത് നിങ്ങൾ നിയന്ത്രിച്ച് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ. അതായത് എപ്പോഴും നമ്മളെക്കാടി ഇച്ചിരി സൗന്ദര്യം, ഇച്ചിരി നല്ല സ്വഭാവം, ഇച്ചിരി പെരുമാറ്റ രീതികൾ ഒക്കെ മെച്ചപ്പെട്ട ഒരാളെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ആ ഇഷ്ടത്തോട് നമുക്ക് ഒരു രീതിയുണ്ട്. ആ രീതി നിങ്ങൾ മാറ്റിക്കളഞ്ഞ് അത് കഠിനമായി, അതായത് നമ്മളെ ഹൃദയത്തിൽ കഠിനമായി നമുക്ക് പ്രേമമായി മാറിക്കഴിഞ്ഞാൽ അത് ദോഷങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കും. വാർദ്ധക്യത്തിൽ നമുക്ക് ഒരുപാട്, അതായത് നമുക്ക് ഇഷ്ടംപോലെ പ്രേമങ്ങളുണ്ടാവും. അതായത് നമ്മളെ കുട്ടികളോട്, അതുപോലെ നമ്മളെ കൊച്ചുമക്കളോട്, അതുപോലെ മറ്റുള്ള ആൾക്കാരോട്, എല്ലാവരോടും നമുക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിലെ പ്രണയമാണ് ഏറ്റവും സുന്ദരമായുള്ള പ്രണയം. അന്നേരം നമ്മളെ പാർട്ണർമാരുടെ അടുത്തൊക്കെ നമുക്ക് നല്ല സ്നേഹവും നല്ല കാര്യങ്ങളും, നമ്മളെ കുട്ടികളോടും നമ്മളെ കൊച്ചുമക്കളോടും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ നല്ല രീതിയിൽ നമുക്ക് പ്രണയങ്ങൾ ഉണ്ടാവും. ആ പ്രണയം നല്ല സുന്ദരമായിട്ടുള്ള പ്രണയങ്ങളാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ, അതായത് ഒരു 13 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ ഉള്ള കുട്ടികൾ പ്രത്യേകം കേൾക്കണം. നിങ്ങളുള്ള പ്രേമം വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.